ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം പൂർണ്ണമായി സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ വാർത്ത പ്രേക്ഷകരെല്ലാം അറിഞ്ഞു കാണുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ തേജസ് യുദ്ധവിമാനം ദുബായ് എയർ ഷോയ്ക്കിടെ തകർന്നു വീണിരിക്കുകയാണ്. യുദ്ധവിമാനം തകർന്നു വീഴുക മാത്രമല്ല, നമ്മുടെ പൈലറ്റ് വളരെ മികച്ച പൈലറ്റുമാരിൽ ഒരാൾ തന്നെയായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ നമുക്ക് നഷ്ടമാകുവാനും കാരണമായി എന്നുള്ളതാണ്. അദ്ദേഹം വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയല്ലാതെ നമുക്ക് വേറെ ഒന്നും ഈ സമയത്ത് ചെയ്യാനില്ല. ആദ്യം തന്നെ അതിലെ ആഘാതമായ ദുഃഖമാണ് നമുക്കിവിടെ രേഖപ്പെടുത്താം. എന്തായാലും ദുബായി അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനരികെയാണ് അപകടം ഉണ്ടായത്. അത് എല്ലാ മാധ്യമങ്ങളിലും വന്നതുമാണ്, പ്രേക്ഷകർ അറിഞ്ഞതുമാണ്. ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ അപകടം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപകടത്തെ തുടർന്ന് ദുബായ് എയർ ഷോ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ത്യയെ ചതിച്ചതാരാണ്? തേജസ് അട്ടിമറിച്ചതാരാണ്? ഒരുപാട് ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. പൈലറ്റിന്റെ ആ ചിരിക്കുന്ന മുഖം, അവസാനമായി ചിരിച്ചുകൊണ്ട് വളരെ കോൺഫിഡൻസോട് കൂടി നടന്നു പോകുന്ന പൈലറ്റിന്റെ മുഖം ഇപ്പോഴും നമ്മുടെയൊക്കെ കണ്ണിൽ നിന്ന് മായുന്നില്ല. ആ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ദുഃഖമുണ്ട്. ദുബായ് എയർ ഷോയ്ക്കിടെയാണ് തേജസ് യുദ്ധവിമാനം തകർന്നു വീഴുന്നത് എന്നുള്ളത്. ഇത് അട്ടിമറിയാണോ? ഇന്ത്യക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ? ഇന്ത്യയെ തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? കാരണം ഡൽഹി ബോംബ് ബ്ലാസ്റ്റ് കഴിഞ്ഞ് ദിവസങ്ങൾക്കകമാണ് അടുത്ത ഒരു വലിയ ദുരന്തം നമ്മൾ നേരിട്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പിന്നിൽ ആരാണ് എന്നുള്ളൊരു വലിയ ചോദ്യം നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. തിരിച്ചടി എല്ലാവരും സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന രീതിയിലായിരിക്കുമെന്ന് അമിത്ഷാ പറയുമ്പോഴും അതെങ്ങനെയായിരിക്കും എന്നതാണ് ഇന്ത്യൻ ജനം ഉറ്റുനോക്കുന്നത്. വ്യോമസേന അടക്കം അപകടം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപകടത്തിൽ എങ്ങനെയാണ് പൈലറ്റിന് രക്ഷപ്പെടാൻ സാധിക്കാത്തത് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോ അന്വേഷണത്തിലുണ്ട്. തമിഴ്നാട്ടിലെ സുല്ലൂർ വിമാനത്താവളത്തിൽ നിന്ന് വിമാനം UAE പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് ഒരു ജവാന്റെ ജീവനാണ് നമുക്ക് നഷ്ടമായത്. അതിനെ നമുക്ക് പകരം വയ്ക്കാൻ നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല. ഒരു ജവാന്റെ ജീവൻ അപ്പുറം നമുക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം രാജ്യത്തിന്റെ അഭിമാനമായ തേജസ് യുദ്ധവിമാനം തകർന്നു വീഴുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് വലിയൊരു ആഘാതം കൂടിയാണ്. രാജ്യത്തിനകത്തും പുറത്തും രാജ്യം നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മളെ കളിയാക്കാനും സന്തോഷിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് തേജസ് യുദ്ധവിമാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് 100% സ്വയം പര്യാപ്തത നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. എത്രത്തോളം അത്യാവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ അപകടം. 2016 തേജസ് യുദ്ധവിമാനം ഔദ്യോഗികമായിട്ട് നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാകുന്നത്. അന്ന് തൊട്ട് ഇങ്ങോട്ട് എയർക്രാഫ്റ്റുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറച്ചു മാത്രം അപകടങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു യുദ്ധവിമാനമാണ് ഈ തേജസ് എന്ന് പറയുന്നത്. വളരെ റെയർ കേസ് മാത്രമാണ് തേജസ് യുദ്ധവിമാനങ്ങൾക്ക് അപകടം ഉണ്ടായിട്ടുള്ളത്. അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വളരെ പ്രധാനമായും ശ്രദ്ധിക്കപ്പെട്ട ഒരു അപകടം 2024 മാർച്ച് 12 നടന്നതാണ്. ഈ ഒരു അപകടത്തിൽ അന്ന് പൈലറ്റ് വളരെ സേഫ് ആയിട്ട് വിമാനത്തിൽ നിന്ന് ഇജക്റ്റ് ആയി എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 2004 ഈ അപകടത്തിലാണ് തേജസ് ക്രാഷ് ആകുന്നതും അവിടെ പൈലറ്റ് സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ഇവിടെ പൈലറ്റിന് ജീവൻ നഷ്ടമായിരിക്കും എന്നതാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2004 അതായത് ഇത് പറയാനൊരു കാരണമുണ്ട്. 2004 അപകടത്തിന് കാരണമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അതായത് വിമാനത്തിലെ ഓയിൽ പമ്പിലെ തകരാർ മൂലം ഉണ്ടായ എഞ്ചിൻ തകരാർ കാരണമാണ് വിമാനം അന്ന് അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഒഫീഷ്യലായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹിന്ദുസ്ഥാൻ ടൈംസിലെ ലേഖനത്തിൽ ഈ പറയുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വിവരശേഖരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു കൃത്യമായ കാര്യമാണ്. എന്ന് വെച്ചാൽ എഞ്ചിനുമായി ബന്ധപ്പെട്ട തകരാർ കാരണമാണ് 2024 വിമാന അപകടം ഉണ്ടായിരിക്കുന്നത്. ലോകത്തിലെ മറ്റു വിമാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് ഈ തേജസ് യുദ്ധവിമാനം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു വിമാനമാണ്. എന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് ഫ്ലൈറ്റ് ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു വിമാനമാണ് നമ്മുടേത്. കാരണം അപകടങ്ങൾ തീരെ ഇല്ലാത്ത മികച്ച സുരക്ഷിതമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിന് പേര് കേട്ട ഒരു എയർക്രാഫ്റ്റ് ആണ്.
17ഓളം ടെസ്റ്റുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പ്രോട്ടോടൈപ്സ്, ഡെമോൺസ്ട്രേഷൻ ഒക്കെ ആയിട്ട് 17ഓളം ടെസ്റ്റുകൾ നമ്മൾ നടത്തിയപ്പോൾ ഒരു ആക്സിഡന്റ് പോലും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. മണിക്കൂറുകളോളം വിമാനം പറത്തി നമ്മൾ പരീക്ഷണം നടത്തിയതാണ്. എന്തിന്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും തേജസ് യുദ്ധവിമാനങ്ങളിലിരുന്ന് യാത്ര നടത്തുകയും വളരെ സുരക്ഷിതമായിട്ട് അദ്ദേഹം മടങ്ങിയെത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെയാണ്. അത്തരത്തിൽ പരീക്ഷണ ഘട്ടങ്ങളിലൊന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് മണിക്കൂറുകൾ പറത്തിയപ്പോൾ പോലും യാതൊരു അപകടവും കാണിക്കാത്ത ഒരു വിമാനം ലോകത്തെ അമേരിക്കയുടെ, റഷ്യയുടെയും ചൈനയുടെയും അടക്കം വിമാനങ്ങൾ പരീക്ഷണ പറക്കലിനിടയിൽ പല അപകടങ്ങളിൽ പെട്ടപ്പോഴും, സൗത്ത് കൊറിയൻ വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടപ്പോഴും ഒന്നും നമ്മുടെ തേജസ് വിമാനം അത്തരത്തിൽ യാതൊരുവിധ അപകടത്തിലും പെട്ടിട്ടില്ല എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഒരു ട്രാക്ക് റെക്കോർഡ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. പാകിസ്ഥാനും ചൈനയും ചേർന്ന് നിർമ്മിക്കുന്ന JF എന്ന് പറയുന്ന വിമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബിസിനസ് സ്റ്റാൻഡേർഡ് അടക്കമുള്ള ലേഖനങ്ങൾ പറയുന്നത് 4 മടങ്ങ് ബെറ്റർ ആയിരുന്നു നമ്മുടെ തേജസ് വിമാനം. അതായത് അപകടങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ JF-17 അപകടത്തിൽപ്പെട്ടതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 4 മടങ്ങ് ബെറ്റർ സേഫ്റ്റി റെക്കോർഡാണ് നമ്മുടെ തേജസ് വിമാനം. ദുബായ് പോലെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന എയർ ഷോയിൽ ഇപ്പോൾ തകർന്നു വീഴുന്നിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത്? എങ്ങനെയാണ് ഇത് തകർന്നത്? ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു സാധാരണ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ തേജസ് യുദ്ധവിമാനത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ച ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാള് എന്ന നിലയിൽ ആർക്കും ഇത് സ്വാഭാവികമായി നടന്നതാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അട്ടിമറി നടക്കാനുള്ള സാധ്യതയെ തള്ളിക്കളയാനും പറ്റുന്നില്ല. കാരണം നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അമേരിക്കൻ എഞ്ചിനാണ്. 60 മുതൽ 70% ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളാണ് തേജസിൽ ഉപയോഗിക്കുന്നതെങ്കിലും ബാക്കിയുള്ളവ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നതോ വരുത്തുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ 100% തദ്ദേശീയമായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഒരു വിമാനമല്ല. ഇപ്പോഴും നമ്മൾ 100% ആത്മനിർഭർ ഭാരതിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ സ്വയം പര്യാപ്തതയിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ തേജസ് യുദ്ധവിമാനം ഇപ്പോൾ അപകടത്തിൽ പെടുമ്പോൾ എന്താണ് അതിന് കാരണം, എന്താണ് അത് സംഭവിക്കാൻ എന്നത് അട്ടിമറിയാകാനുള്ള സാധ്യതയിലേക്ക് നമ്മുടെ ചർച്ച പോകേണ്ടതുണ്ട്. തേജസ് വിമാനം മികച്ച പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ ഈ വിമാനം വാങ്ങാനായിട്ട് മുന്നോട്ട് വരും. കാരണം ഇന്ത്യ മാസ് പ്രൊഡക്ഷന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഏത് വിമാനങ്ങളുമായിട്ടായിരിക്കും നമ്മുടെ യുദ്ധവിമാനം മത്സരിക്കുക? സ്വാഭാവികമായിട്ടും F-16 ആയിട്ടായിരിക്കും മത്സരിക്കുക. അതുപോലെ തന്നെ റഷ്യൻ യുദ്ധവിമാനങ്ങളുമായിട്ടും ഫ്രാൻസിലെ റഫേൽ യുദ്ധവിമാനം ഉൾപ്പെടെയുള്ള ലോകത്തെ ഒരുപാട് യുദ്ധവിമാനങ്ങളുമായിട്ട് മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു വിമാനം തന്നെയാണ് നമ്മുടെ തേജസ് യുദ്ധവിമാനം എന്ന് പറയുന്നത്. സൗത്ത് കൊറിയൻ എയർക്രാഫ്റ്റുമായിട്ടും അത് മത്സരിക്കും, തുർക്കിയുമായിട്ട് മത്സരിക്കും. നിലവിൽ എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ടും, അതായത് ഏതൊരു 4.5 ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ്. ഇപ്പോൾ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാത്തരം യുദ്ധവിമാനങ്ങളുമായിട്ടും നമ്മൾ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു വിമാനമാണ് തേജസ്. പാകിസ്ഥാൻ, ചൈന നിർമ്മിതമായിട്ടുള്ള JF-17 ആയിട്ട് മത്സരിക്കും. അങ്ങനെ നിരവധി യുദ്ധവിമാനങ്ങളുമായിട്ട് നമ്മുടെ തേജസ് മത്സരിക്കും. പല രാജ്യങ്ങളും ഇത് വാങ്ങാൻ മുന്നോട്ട് വരും. ഈ ഒരു അപകടത്തെ തുടർന്ന് എന്താണ് ഇനി സംഭവിക്കാൻ പോവുക? ഏതെങ്കിലും ഒരു രാജ്യം ഈ അടുത്ത കാലത്ത് ഇനി തേജസ് വാങ്ങാൻ ധൈര്യം കാണിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഇതിന്റെ ഒക്കെ പിന്നിൽ ആരാണ്? ഒരു ചതി നടന്നിട്ടുണ്ട്. ആ ചതി പുറത്തു കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിയണം. അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് മറികടക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇന്ത്യ തിരിച്ചടി നൽകും, അത് ഉറപ്പാണ്. അത് ആരായാലും ഇന്ത്യ തിരിച്ചടി നൽകും. ആ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.